വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല. കേരളം ബിജെപിക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും ബിജെപിക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് അംഗങ്ങളുണ്ട്. 20% ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാം ഏത് വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് ചർച്ച ചെയ്യാൻ, നമ്മളെ അവഗണിക്കാൻ എത്ര വലിയ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ അവഗണിക്കാൻ കഴിയാത്തൊരു ശബ്ദമാണ് എന്നുള്ള കാര്യം എല്ലാവരും പരക്കെ സമ്മതിക്കുന്നുണ്ട്. ഇത്തവണ CPM-ന്റെ സംസ്ഥാന സമ്മേളനം 5 ദിവസം നടന്നു കൊല്ലത്ത്. 5 ദിവസത്തിൽ 3/4 സമയവും അവരുടെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിംഗിൽ 3/4 സമയവും അവർ ചെലവഴിച്ചത് കേരളത്തിലെ ബിജെപിയുടെ അഭൂതപൂർവമായ വളർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നാം സമ്മതിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിജെപി പ്രകടനത്തെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും നിരീക്ഷകന്മാരും എല്ലാം വിലയിരുത്തി. ഒരാശയപരമായ വ്യതിയാനം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. കേവലമായ ഒരു സീറ്റിന്റെ മാത്രം വിജയമല്ല, കേരളത്തിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരികയാണ്. ഇത്രയും കാലം കേരളം പരീക്ഷിച്ച് പരാജയപ്പെട്ട ആശയങ്ങളിൽ നിന്നും മാറി ഒരു പുതിയ ആശയത്തിന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് എല്ലാവരും വിലയിരുത്തിയത്. അങ്ങനെ ശക്തമായൊരു ബഹുജന അടിത്തറയും അതിശക്തമായിട്ടുള്ള ഒരു സംഘടനാ മിഷണറിയും പുതിയ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് അതിവേഗം കുതിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ്. Prime Minister Shri Modi, he liked him. He took, when he was in Rajya Sabha, he was one fine morning, Prime Minister Modi called him and made him the minister because of his entrepreneurship quality. And he was, though he was one time he was independent member of Rajya Sabha, but he was very, very active and he used to understand the policies of then UPA government, and he used to give detailed speech and very critical speech, very informative speech in Rajya Sabha, which I have personally heard many times, and Shri Javadekar-ji also heard him many times, because Javadekar-ji was there for more than 3 terms in Rajya Sabha, and he was our vocal leader. And because of his entrepreneurship quality and the vocal leadership, I am quite sure Kerala Bharatiya Janata Party will reach a new height. But idana 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊരു വിശ്വാസം, അത് എന്തുകൊണ്ട് ഈ 2 പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് കേരളനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ ഒരു മാറ്റം വേണം. ഈ മാറ്റം, ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം. എന്നോട് ചോദിച്ചു ആരോ, ഇത് നിങ്ങളുടെ മിഷൻ എന്താണ്? BJP കേരളത്തിന്റെ ഒരു പുതിയ മിഷൻ എന്താ? ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. കേരളവും വളരണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം.